ഹലോ ഗൈസ്, ഷെറിൽസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വരാല് കറിയാണ് കറി വെക്കുന്നതാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. കറി വെക്കുന്നത് ഞങ്ങളുടെ മമ്മിയാണ്. ഏകദേശം ഒരു 3-4 കിലോ വരുന്ന വരാലിനെയാണ് കറി വെക്കുന്നത്. ഇതെന്തൊക്കെയാണ് മമ്മി ഇതിന് ചേർക്കാൻ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സാധനങ്ങൾ? മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞപ്പൊടി, ഉപ്പ്, ഉലുവപ്പൊടി, കരിവേപ്പില, കടുക്, പുളി, വെള്ളം, പിന്നെ വെളിച്ചെണ്ണയുണ്ട്. ഏകദേശം ഒരു 4 കിലോ വരുന്ന വരാലാണ്. 4 കിലോ കഷ്ണങ്ങളാക്കിയ വരാലാണ്. നമ്മളിന്ന് വിറകടുപ്പിലാണ് ഇന്ന് വരാല് കറി വെക്കുന്നത്. മമ്മിയാണ് ഇന്ന് ഞങ്ങൾക്ക് കറി വെച്ച് തരുന്നത് എനിക്ക് വേണ്ടി. ബാക്കി വീഡിയോയിലോട്ട് നമുക്ക് കാണാം. ബാക്കിയുള്ള കുക്കിംഗ് ഭാഗങ്ങളെല്ലാം ഇനിയിപ്പം കാണാം. നമ്മുടെ അടുപ്പെല്ലാം കത്തിച്ചിരിക്കുകയാണ്. ഇനിയിപ്പം ചട്ടി വെക്കുവാണ്. ഈ ചട്ടിക്കകത്താണ് വരാല് കറി വെക്കുന്നത്. ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയായിരിക്കും. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് വെല്ല പൊട്ടി തുടങ്ങി. കരിവേപ്പില, ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇപ്പം ഏകദേശം മൂത്തിരിക്കുക. അതിന് ശേഷം മുളക് പൊടി നമ്മൾ ചേർക്കുവാണ്. എരിവില്ലാത്ത മുളക് പൊടിയാണ്. അതുപോലെ തന്നെ മഞ്ഞപ്പൊടി, അതെല്ലാം ആവശ്യത്തിന് ചേർത്താൽ മതി. ഉലുവാപ്പൊടി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒക്കെ മൂത്തിരിക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കുകയാണ്. കൊടംപുളി ഇടാം. ഇതിലേക്ക് കൊടംപുളിയാണ്. ഇനി നമുക്ക് ഉപ്പിട്ടതിന് ശേഷം തിളച്ചതിന് ശേഷമാണ് നമ്മൾ വരാലിൻ്റെ പീസുകൾ ഇതിലേക്ക് ഇടുന്നത്. ഉപ്പ് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഇത് തിളച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 4 കിലോ വരുന്ന വരാലിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ഇതിലേക്ക് ഇടാം.
ഇപ്പോൾ വരാൽ കഷ്ണം മുഴുവൻ നമ്മുടെ ഗ്രേവിക്കകത്ത് ഇട്ടേക്കുവാണ്. ഇപ്പോൾ വരാൽ കഷ്ണം തിളച്ച ഗ്രേവിക്കകത്തോട്ട് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. കുറച്ച് വെള്ളം കൂടെ വേണം. വെള്ളം കൂടെ ഒന്ന് നമ്മൾ ഒഴിക്കുകയാണ്. ഇതിനുശേഷം ഇതിനെ ഒന്ന് നമ്മൾ അടച്ചു വെക്കാൻ പോവാണ്. അടച്ചു വെച്ചൊന്ന് നല്ലവണ്ണം കഷ്ണങ്ങളൊക്കെ ഒന്ന് വേകണം. അതിനുവേണ്ടി അടച്ചു വെക്കുവാണ്. ഹലോ ഗൈസ്, ഇപ്പം വരാല് കറി റെഡി ആയിരിക്കുവാണ്. ഇനിയിപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അതെങ്ങനെ ഉണ്ടെന്നറിയാം. നമുക്ക് വേണ്ടി പ്രത്യേകം മമ്മി ഉണ്ടാക്കി തന്നതാണ്. നമ്മുടെ വരാല് കറി റെഡി ആയിരിക്കുകയാണ്. എന്തായാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ കപ്പ വേവിച്ചതൊക്കെ ഉണ്ടായിരുന്ന നല്ലതായിരുന്നു. ഇപ്പോൾ തൽക്കാലത്തേക്ക് വേറൊന്നുമില്ല. അതുകൊണ്ട് വരാലിനെ തന്നെ കഷ്ണം എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല കുറുകിയ ഗ്രേവിയാണ്. നല്ല ഉപ്പും മുളകും പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളി ഒരു കറിയാണ്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.